നമസ്കാരം. ആഗോള സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇറാൻ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഗ്ചി അന്താരാഷ്ട്ര മാധ്യമമായ റഷ്യൻ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത്. സമീപ വർഷങ്ങളിലായി ഇറാൻ റഷ്യയും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. 2023 ഷാങ്ഹായ് സഹകരണ സംഘടനയിലും 2024 ബ്രിക്സ് ഗ്രൂപ്പിലും ഇതിന്റെ ഭാഗമായി ചേർന്നിരുന്നു. മാർച്ചിൽ ഇറാന്റെ തീരത്ത് 3 രാജ്യങ്ങളും നടത്തിയ സംയുക്ത നാവിക അഭ്യാസങ്ങളിലൂടെ സൈനിക സഹകരണവും വീണ്ടും വികസിച്ചു. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ റഷ്യയുമായും ചൈനയുമായും അടുത്ത് പ്രവർത്തിക്കേണ്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ് എന്ന് മറാക്ചി എടുത്തു പറയുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാൻ, റഷ്യ, ചൈന എന്നിവർ തമ്മിൽ ത്രികക്ഷി ചർച്ചകൾ കുറച്ചു കാലമായി ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരം 2 കൂടിക്കാഴ്ചകൾ ഇതിനകം നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചർച്ചകൾ തുടരാനും മറ്റ് വിഷയങ്ങളിലേക്ക് അവ വ്യാപിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നുമാണ് മന്ത്രി പറയുന്നത്. ഇറാൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ഏകോപിതമായ നീക്കത്തിലൂടെ അന്താരാഷ്ട്ര സമാധാനത്തിലേക്കുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അരാഗ്ചി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 പങ്കാളികളെയും സംബന്ധിച്ച് ഇത് ഗൗരവമുള്ള ഒരു നീക്കം തന്നെയാണ്. അത് മാത്രമല്ല, ഇറാനും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അടുത്തായിട്ട് ശക്തമായിട്ടുണ്ടെന്ന് ഇറാനിലെ ഒരു ഉന്നത നയതന്ത്രജ്ഞൻ പറയുകയുണ്ടായി. നമ്മുടെ ബന്ധങ്ങളുടെ നിലവാരം തന്ത്രപരമായ നീക്കത്തിലേക്ക് ഉയർത്തുന്ന ഒരു സമഗ്ര പങ്കാളിത്ത കരാർ ഇപ്പോൾ നമുക്കിടയിലുണ്ട്. തങ്ങൾക്കിടയിൽ പ്രധാന സാമ്പത്തിക പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന്റെ അളവ് വളരെയധികം വർദ്ധിച്ചുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇറാനും റഷ്യയ്ക്കും മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉപരോധങ്ങൾ പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും കാത്തിരിക്കുന്നില്ല. അത് വേണമെന്ന് ഇരു കൂട്ടർക്കും നിർബന്ധവുമില്ല. കാരണം മറ്റു രാജ്യങ്ങളുടെ സഹായവും സഹകരണവും ഇരു കൂട്ടർക്കും നിർബന്ധമില്ല. പക്ഷേ വ്യാപാരപരമായി റഷ്യയുടെയൊക്കെ സഹായം മുട്ടിയാൽ അത് മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപക്ഷെ പണിയായേക്കും. പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഞങ്ങൾക്ക് ഒരേപോലെ കടുത്ത നിലപാടുകളാണുള്ളത്. തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. എന്നാൽ മിക്ക കേസുകളിലും ഞങ്ങൾക്ക് പരസ്പരം അടുത്ത നിലപാടുകളുണ്ട്. ഏറ്റവും പ്രധാനമായി ഞങ്ങൾ നിരന്തരം തീരുമാനങ്ങൾ കൈമാറുന്നുണ്ടെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഈ ആഴ്ച ആദ്യം രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഉപരിസഭയായ റഷ്യയുടെ ഫെഡറേഷൻ കൗൺസില് റഷ്യയും ഇറാനും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിന് ഏകകണ്ഠേനമായി അംഗീകാരം നൽകിയിരുന്നു. ജനുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാനും ഇതിൽ ഒപ്പുവെച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സമ്പദ് വ്യവസ്ഥ, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റു മേഖലകൾ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തുല്യവും പരസ്പര പ്രയോജനകരവുമായ സഹകരണം വികസിപ്പിക്കുമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്.